കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മിത്ര സിമനു. വെൽക്കം ടു മൈ ചാനൽ മിത്രു ആൻഡ് മിഥോസിസ് ബ്രോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ കഥാപ്രസംഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാന്യ സദസ്സിന് വന്ദനം. കൊടവളാകത്തുള്ള ശ്രീ ശിവരാമൻ നായർ എഴുതിയ കഥാപ്രസംഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കഥയുടെ പേര് സംഘടിക്കുക. അക്കരമാവിലെ കൊമ്പിലെ തുമ്പിലായി കൊച്ചു കുരുവി കൂടുവച്ചു. കൂട്ടിനിളം കിളി തമര പൈങ്കിളി കൂട്ടിനെ ചേർന്നു വസിച്ചിരുന്നു. അങ്ങനെ ആ കുരുവി മുട്ടയിട്ട് പല നാളുകൾ കാത്തിരുന്നതിന്റെ ഫലമായി കൊച്ചു കുരുവി കുഞ്ഞുങ്ങൾ ജനിച്ചു. ആ കൂട്ടിനുള്ളിൽ കാക്ക കാക്കി കീക്കി കൂട്ടിനുള്ളിൽ കാക്ക കാക്കി കീക്കി കൂട്ടിനുള്ളിൽ. അതാ നോക്കൂ, ഒരു മൂർഖൻ പാമ്പ് ആ മാവിലേക്ക് ഇഴഞ്ഞു കയറുകയാണ്. ആ കുരുവി കുഞ്ഞുങ്ങളെ ഒരു ദയമില്ലാതെ പിടിച്ചു തിന്നാൻ പോവുകയാണ്. മൂർഖൻ പാമ്പിനെ എതിർക്കാൻ കഴിയാതെ അമ്മകളി സങ്കടത്തോടെ പറഞ്ഞു, അയ്യോ പിടിക്കല്ലേ, അയ്യോ പിടിക്കല്ലേ. ആ കിളിക്കൂട്ടിൽ രോദനമായി. അത് വകവയ്ക്കാതെ മൂർഖൻ പാമ്പ് കുരുവി കുഞ്ഞുങ്ങളെ പിടിച്ചു ഭക്ഷിച്ചു. അമ്മക്കിളി അലറി വിളിച്ചു. ആ ശബ്ദം കേട്ട് കുരുവികളെല്ലാവരും പറന്നണഞ്ഞു. ഇവനെ എതിർക്കണം, ഇവനെ വകവരുത്തണം. കുരുവികൾ സംഘടിച്ചു കാട്ടിലെ പറന്നുപോയി. ഗിരിരാജനെ കണ്ടു സങ്കടം ബോധിപ്പിച്ചു. ഗിരിരാജാവേ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഒരു മൂർഖൻ പാമ്പ് ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഗിരിരാജാവ് പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ പോകൂ, അവനെ വകവരുത്താൻ ഞാൻ ഏറ്റു. എഴുന്നള്ളി എഴുന്നള്ളി ഗിരിരാജൻ, എഴുന്നള്ളി മാവിൽ ചുവട്ടിലെത്തി. ഗിരിരാജൻ എല്ലായിടത്തും നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു മാളത്തിൽ മുരുകൻ പതിഞ്ഞിരിക്കുന്നത് കണ്ടത്. ഗിരിയെ കണ്ടു നിന്ന മൂർഖൻ വെളിയിൽ വന്നു. ഗിരിയെ കൊത്തുവാനായി ഒരുങ്ങി നിന്നു അവൻ. തലപൊക്കി നിന്ന മൂർഖനെ ഗിരി ഒറ്റ ചാട്ടത്തിൽ അവന്റെ കഴുത്തിൽ പിടിച്ചു കൊന്നു. കുരുവികൾ ആഹ്ലാദിച്ചു. കുരുവികൾ കൂട്ടമായി പാട്ടുപാടി താളത്തിൽ അങ്ങനെ നൃത്തം ചെയ്തു. കുരുവികൾ കൂട്ടമായി പാട്ടുപാടി താളത്തിൽ അങ്ങനെ നൃത്തം ചെയ്തു. ഇത്തരത്തിലുള്ള മൂർഖന്മാർ അനേകൻ നമ്മുടെ ഇടയിലുമുണ്ട്. അവരെ എതിർക്കാൻ നിങ്ങളും സംഘടിക്കുവിൻ. സംഘടിക്കുവിൻ, സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. ഇതോടെ എന്റെ കൊച്ചു കഥാപ്രസംഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.